അൺഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടു. d²x/dt² ഈക്വൽസ് -μx ഇക്വേഷൻ 1, വേർ μ ഈക്വൽസ് k/m ഇക്വേഷൻ 2. ഇത് സോൾവ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയത് x ഈക്വൽ, ഇതാ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, x ഈക്വൽസ് a sin √μt + 5. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇത് മീൻ പൊസിഷൻ, 0 മിനിമം പൊട്ടൻഷ്യൽ എനർജി പൊസിഷൻ, അതാ ഒ. ഇത് ലെഫ്റ്റ് എക്സ്ട്രീം, റൈറ്റ് എക്സ്ട്രീം, ഈ രണ്ട് പൊസിഷൻ ചെല്ലുമ്പോൾ dx/dt 0, വെലോസിറ്റി 0 ആകും എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ എടുത്തിട്ടാണ് നമുക്ക് ഈ സൊല്യൂഷൻ കിട്ടിയത്. ഇനി ടൈം ടി ആയിരിക്കുമ്പം പൊസിഷൻ എക്സ് എന്നിരിക്കട്ടെ. എക്സ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്ന് ആ പാർട്ടിക്കിൾ ഓസിലേറ്റർ എവിടെയാണോ അവിടേക്കുള്ള വെക്ടറാണ് പൊസിഷൻ വെക്ടർ എക്സ് എന്നിരിക്കട്ടെ. അപ്പോൾ ടൈം ടി ആയിരിക്കുമ്പോൾ ഉള്ള പൊസിഷൻ കാണുന്നത് ഈ ഇക്വേഷൻ വെച്ചാൽ എക്സ് ഈക്വൽസ് a sin √μt + 5. ഒരു അഡീഷണൽ ടൈം 2π/√μ എന്ന് പറയുന്ന അഡീഷണൽ ടൈമും കൂടെ കഴിയുമ്പോൾ പൊസിഷൻ ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ പൊസിഷൻ എക്സ് നിൽക്കുക ടി എന്ന് പറയുന്ന ടൈമിൽ, എങ്കിൽ ടി + 2π/√μ ഇത്രയും ടൈം ഇത്രയും ആകുമ്പോൾ പൊസിഷൻ എക്സ് ഡാഷ് ഈക്വൽസ് a sin √μ ടിയുടെ സ്ഥാനത്ത് ടി + 2π/√μ + 5. 5 is a constant. ഇത് ബ്രാക്കറ്റ് മാറ്റിയാൽ a sin √μ × 2π/√μ 2π + √μt + 5. sin 2π + തീറ്റ ഈസ് സൈൻ തീറ്റ. അപ്പോൾ ചുരുക്കത്തിൽ ഇത് a sin, ഇതിപ്പോൾ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ sin 2π + തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ എക്സ് ഡാഷ് ഈക്വൽസ് a sin √μt + 5. പക്ഷേ a sin √μt + 5 എന്ന് പറഞ്ഞാൽ അത് എക്സാണ്. ചുരുക്കത്തിൽ എക്സ് ഡാഷ് ഈക്വൽസ് എക്സ്. അപ്പോൾ ടി എന്ന് പറയുന്ന സമയത്ത് പാർട്ടിക്കിൾ പിയിലായിരുന്നു. 2π/√μ ഇത്രയും സമയം കഴിഞ്ഞാൽ ഇത്രയും സമയം കഴിയുമ്പം വീണ്ടും പാർട്ടിക്കിൾ ഇവിടെ തന്നെയാണ്. പക്ഷേ പാർട്ടിക്കിൾ അനങ്ങായിരിക്കുമല്ലോ. അതിൻ്റെ അർത്ഥം ഇത് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ബൈ ദി ടൈം 2π/√μ. സോ ബൈ ദി ടൈം 2π/√μ the particle must have completed one oscillation. That means 2π/√μ is nothing but the period of oscillation. So 2π/√μ must be the period capital T, from which √μ equals 2π/t. 2π/tക്ക് നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്നാണല്ലോ പറയുക. ഇവിടുന്ന് μ ഈക്വൽസ് ω² ആകും. ഇപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 d²x/dt² ഈക്വൽസ് -μx എന്നാണ്. ഇപ്പം μ എന്ന് പറഞ്ഞാൽ ω² -ω²x. ഇത് നിങ്ങൾ താഴത്തെ ക്ലാസ് തൊട്ട് കണ്ടിട്ടുള്ളതാണ്. ഇനി μ ഈക്വൽസ് ω² എന്ന് അറിയാം. ആ മ്യൂവിൻ്റെ സ്ഥാനത്ത് μ എന്ന് പറഞ്ഞാൽ k/m ഇക്വേഷൻ 2 അനുസരിച്ച്. അപ്പോൾ ω² ഈക്വൽസ് k/m. ω² എന്ന് പറഞ്ഞാൽ 4π². ω² എന്ന് പറഞ്ഞാൽ ω 2π/t അല്ലേ. അപ്പോൾ ω² ഈസ് 4π²/t² ഈക്വൽസ് k/m. ഇവിടുന്ന് ടി സോൾവ് ചെയ്യാം. പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ഈക്വൽസ് 2π√m/k. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഓസിലേറ്റിംഗ് ബോഡിയാണ്. ആ മാസ് ഉള്ളതുകൊണ്ട് അതിന് ഇനേർഷ്യ ഉള്ളത്. മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ. അതുകൊണ്ടാണ് മീൻ പൊസിഷൻ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിൽക്കാതെ. കെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറിങ് ഫോഴ്സിൽ വരുന്ന ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ റെസ്റ്റോറിങ് ഫാക്ടർ എന്ന് വിളിക്കാം, ഇതിനെ ഇനേർഷ്യ ഫാക്ടർ എന്ന് വിളിക്കാം മാസിനെ. ചുരുക്കത്തിൽ SHMൻ്റെ പീരീഡിനുള്ള ജനറൽ ഫോർമുല 2π√ ഇനേർഷ്യ ഫാക്ടർ ബൈ റെസ്റ്റോറിങ് ഫാക്ടർ. ഇതേത് ടൈപ്പ് സിമ്പിൾ ഹാർമോണിക് മോഷനും അപ്ലൈ ചെയ്യാം. ഓരോ സന്ദർഭത്തിൽ ഇനേർഷ്യ ഫാക്ടറും സ്പ്രിംഗ് റെസ്റ്റോറിങ് ഫാക്ടറും അത് അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് വരും. ഇനി ഇക്വേഷൻ 1 അനുസരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ
ഇങ്ങനെ ആയല്ലോ, d²x/dt² ഈക്വൽസ് -ω². ഇത് ആക്സിലറേഷനാണ്, ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇവിടുന്ന് ഒമേഗ എടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് ഈ സൈനം കളയാം, മാഗ്നിറ്റ്യൂഡ് മോഡുലസ് എടുത്താൽ ഒമേഗ ഈക്വൽസ് റൂട്ട് ഓഫ് d²x/dt²/x എന്ന് വരും. അതായത് റൂട്ട് ഓഫ് ആക്സിലറേഷൻ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുന്ന് 2π/t എടുത്തിട്ട് t കാണാം. അപ്പം t ഈക്വൽസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആക്സിലറേഷൻ എന്ന് വരും. ഇത് മറ്റൊരു ജനറൽ ഫോർമുലയാണ്. ഇനി പീരീഡിൻ്റെ റെസിപ്രോക്കൽ ഫ്രീക്വൻസി നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്, ദറ്റ് ഈസ് 1/പീരീഡ് ഈക്വൽസ് f. അപ്പോൾ ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എടുത്താൽ ഫ്രീക്വൻസി കിട്ടും. ഇനി ഇപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എ സൈൻ √μt+φ, റൂട്ട് മ്യൂയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒമേഗ എന്ന് എഴുതാമല്ലോ. അപ്പോൾ x ഈക്വൽസ് എ സൈൻ ω t+φ. ദിസ് ഈസ് ദി ജനറൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഓർ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സെക്ഷൻ. ഇതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുക. ഈ ഫൈക്ക് പറയുന്ന പേര്, ഇത് നമ്മൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് ഇട്ടതാണ്. ഇതിനെ ω t+φ സൈനിൻ്റെ കൂടെ വരുന്ന ആംഗിളിന് ഫേസ് ഓഫ് വൈബ്രേഷൻ എന്നാണ് പറയുക. കാരണം ω t+φ അറിയാമെങ്കിൽ ഓസിലേറ്റർ എവിടെയാണ്, ഇപ്പോൾ അത് എങ്ങോട്ട് ചലിക്കുന്നു, അതിൻ്റെ വെലോസിറ്റി എത്ര, അതിൻ്റെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഫേസ് ചലനഘട്ടം എന്ന് പറയുക. ഈ t0 ആയിരിക്കുമ്പോൾ ഫേസ് എത്ര, ω × 0+φ അല്ലെങ്കിൽ φ. because φ എന്ന് പറഞ്ഞാൽ φ ഈസ് ദി ഫേസ് വെൻ t ഈക്വൽസ് 0. അതുകൊണ്ട് അതിന് ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കും. ഇതൊരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് ഇട്ടതായത് ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോക്ക്, EPOCH, ഇപ്പോക്ക് എന്ന് പറയും. സ്റ്റാർട്ടിങ് ടൈമിലെ അവസ്ഥ ഇപ്പോക്ക് അത് പറയും. അപ്പോൾ ഈ ഫൈയുടെ വാല്യൂ നമ്മൾ സ്റ്റോപ്പ് ക്ലോക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഫൈയുടെ വാല്യൂ മാറും. ഇപ്പോൾ നമ്മൾ മീൻ പൊസിഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തോ എഴുതാം, t = 0 when x = 0. ഇതെടുത്ത് ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഈക്വൽസ് എ സൈൻ t0 ഇടുമ്പോൾ എ സൈൻ 0+φ, or 0 ഈക്വൽസ് എ സൈൻ φ, ദാറ്റ് മീൻസ് സൈൻ φ = 0 or φ = 0. ഇപ്പോൾ ഈ ഇക്വേഷൻ x ഈക്വൽസ് എ സൈൻ ω t എന്നാകും. അപ്പോൾ x ഈക്വൽസ് എ സൈൻ ω t എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഓഫ് SHM തന്നെയാണ്. ടൈം കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണ്, മീൻ പൊസിഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ടൈം കൗണ്ട് ചെയ്താൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ഈ ഫോമിലാകും എന്നുള്ളതേ ഉള്ളൂ. മോഷനെല്ലാം സെയിമാണ്. ഇതേ സമയത്ത് ലെഫ്റ്റ് എക്സ്ട്രീമിലോ റൈറ്റ് എക്സ്ട്രീമിലോ ഓസിലേറ്റർ വരുമ്പോൾ ആ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, t = 0 when x = ±a. ഇതിങ്ങോട്ട് ഈ ഇക്വേഷനിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ±a ഈക്വൽസ് എ സൈൻ φ എന്ന് വരും. t0 എന്ന് എടുക്കുകയല്ലേ, ഇവിടെ ±a ഈക്വൽസ് എ സൈൻ 0+φ or ±a ഈക്വൽസ് a sin φ, from which sin φ equals ±1. +1 എടുത്താൽ φ equals +90 ഡിഗ്രി എന്ന് വരും. sin φ -1 എന്ന് എടുത്താൽ φ ഈസ് -90 ഡിഗ്രി, അല്ല π/2. ചുരുക്കത്തിൽ φ ഇവിടെ ±π/2 ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ആൻസർ x ഈക്വൽസ് എ സൈൻ ω t ±π/2 അല്ലെ 90 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ cos ω t അല്ലെ -a cos ω t എന്ന് വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ x ഈക്വൽസ് ±a cos ω t. ഇത് ആണ് ഇപ്പോൾ ഈ SHM ഇക്വേഷൻ. അപ്പോൾ ഈ എക്സ്ട്രീമിൽ വരുമ്പോൾ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. x ഈക്വൽസ് a cos ω t എന്നാകും ഈ ജനറൽ ഇക്വേഷൻ. ഇവിടെ വരുമ്പോഴാണ് സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് x ഈക്വൽസ് +a cos ω t എന്ന് ആകും.
ഈക്വേഷൻ. അപ്പോൾ ഇത് ജനറൽ ഈക്വേഷൻ, ഇത് രണ്ട് സ്പെഷ്യൽ കേസസ്. ടൈം കൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ അറ്റ് വാട്ട് പൊസിഷൻ ഓഫ് ദി ഓസിലേറ്റർ വി സ്റ്റാർട്ട് കൗണ്ടിങ് ടൈം. അതിനനുസരിച്ച് രണ്ട് കേസ് നമ്മൾ എടുത്തതാണ് ഈ ഇക്വേഷൻ ഈ ഫോമിൽ വരെ. ഇവർക്ക് സൈൻ ആയാലും കോസ് ആയാലും SHMനെ റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ ജനറൽ ഫോം സൈനും കോസും കൂടെ വരുന്നതാണ്. അത് ഇതിനകത്ത് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും അടുത്ത ക്ലാസ് പോസ്റ്റിങ്ങിൽ കൂട്ടത്തിൽ കാണാം. താങ്ക് യു.